കൊല്ലം പള്ളിമുക്കിന് സമീപം ഇരുചക്ര വാഹന യാത്രികരെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. ഓട്ടോറിക്ഷയിൽ തട്ടി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൻ, കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിയാൽ അപകടം സംബന്ധിച്ച്. പ്രതീക്ഷ, ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. എന്നിട്ടും ഈ യാത്രക്കാർ അവരുടെ ഒരു ശ്രദ്ധ യാത്രയിൽക്കിടയിൽ വരുത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ഓട്ടോറിക്ഷ റോഡിനെ മുറിച്ചു കിടക്കുകയാണ്. സാധാരണ ഓട്ടോറിക്ഷ മുറിച്ചു കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ റോഡ് മുറിച്ചു കടന്ന് മുന്നോട്ട് പോവുകയാണ് പതിവ്. എന്നാൽ ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ റോഡിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം എത്തുമ്പോൾ ആ ഓട്ടോറിക്ഷ നിർത്തുന്നു. അതിന് സമീപത്തുകൂടിയാണ് ഒരു സ്കൂട്ടറിൽ 2 സ്ത്രീകൾ വരുന്നത്. പെട്ടെന്ന് ആ സ്ത്രീകൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നു. അതിന് പിന്നാലെ അമിത വേഗത്തിലാണ് ഒരു കാർ വരുന്നത്. ആ കാറിന്റെ അടിയിലേക്ക് ഇവർ വീഴുകയാണ്. ഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അപകടത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ 2 പേർക്കും ജീവൻ നഷ്ടപ്പെടാതെ പോയത്. കാര്യം അവരുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം തലയടിച്ച് റോഡിൽ വീണ് അവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിക്കേണ്ടതാണ്. ഈ സ്കൂട്ടറിന്റെ പിൻഭാഗത്തിരുന്ന സ്ത്രീയുടെ ശരീരത്തിന്റെ കാലിലൂടെയാണ് കാറിന്റെ മുൻചക്രം കയറി ഇറങ്ങിയത്. അവരുടെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട്. മറ്റ് വലിയ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു സ്ത്രീയുടെ കാലിന് ഗുരുതരമായിട്ടുള്ള പൊട്ടലുണ്ട്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ ഡ്രൈവർക്കെതിരെയും അതുപോലെ തന്നെ ഇത് ഏത് ഭാഗത്താണ്? കാരണം തിരക്കുള്ള റോഡാണോ? കാരണം വാഹനം വരുന്നുണ്ട്, കാറും നല്ല വേഗതയിൽ വരികയാണ്. ഈ വാഹനവും ഒരു സൈഡിൽ നിന്ന് മാറുന്നു. ആ ഓട്ടോറിക്ഷയ്ക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഈ ഓട്ടോറിക്ഷയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് വാഹനം നിർത്തിയോ? അവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിയോ? പരിക്കൊന്നും വലുതായിട്ട് ഏറ്റില്ല എന്ന് തോന്നുന്നു. ഭാഗ്യം കൊണ്ടല്ലേ കണ്ണൻ? തീർച്ചയായും പരിക്ക് കാലൊടിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതൊരു വലിയ അത്യാഹിതം ഉണ്ടാകേണ്ട ഒരു അപകടമായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ. അത് ഓട്ടോറിക്ഷക്കാരന്റെ ഒരു അശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് കാർ ഡ്രൈവറുടെ അമിത വേഗം. ആ ഓട്ടോറിക്ഷ സാധാരണ റോഡ് മുറിച്ച് കടന്നു കഴിഞ്ഞാൽ നേരെ റോഡ് പൂർണ്ണമായും കടന്നു പോകുക എന്നുള്ളതാണ് പതിവ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മറുഭാഗത്തൂടെ വരികയാണെങ്കിൽ ഓട്ടോറിക്ഷ കടന്നു പോകുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഈ സ്കൂട്ടർ യാത്രക്കാരൊക്കെ മുന്നോട്ട് വണ്ടി ഓടിച്ചു പോവുക. പക്ഷേ ഓട്ടോറിക്ഷ ആ റോഡ് പൂർണ്ണമായും മുറിച്ച് കിടക്കുന്നില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ ആ വാഹനം അവിടെ തന്നെ നിർത്തുകയാണ്. റോഡിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്ത് നിർത്തുകയാണ്. അങ്ങനെയാണ് ഈ സ്കൂട്ടറിലെത്തിയ സ്ത്രീകളുടെ സ്കൂട്ടർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നത്. നേരെ അവർ റോഡിന്റെ മറുഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്നു. തൊട്ടു പിന്നാലെ അമിത വേഗത്തിൽ ഒരു കാർ വരുന്നുണ്ടായിരുന്നു. ആ കാറിന്റെ അടിയിൽപ്പെട്ടാണ് ഒരു സ്ത്രീയുടെ കാലിന് പരിക്കേറ്റത്. മറ്റൊരു സ്ത്രീ മറുഭാഗത്തേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. തന്നെയായാലും ഈ 2 ആൾക്കാർക്കെതിരെ, ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെയും കാറിന്റെ ഡ്രൈവർക്കെതിരെയും ഇരവിപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശ്രീ കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.